സമയം ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പല കൽപ്പനകളും പല ഓർഡേഴ്സും ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു ഓർഡർ മാത്രമേ ഉള്ളൂ നമുക്ക്. യേശു കർത്താവ് എല്ലാവരെയും ഏൽപ്പിച്ച് പോയിരുന്നു. നമ്മളെല്ലാവരും ഈ ലോകത്ത് യേശുവിനെ അറിയുന്ന എല്ലാവർക്കും ഉള്ളതിൻ്റെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷികളാകുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ യേശുവിൻ്റെ സുവിശേഷം എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, സകലരുടെയും ഉത്തരവാദിത്തമാണ്. എന്നെ ആരും ഓർഡൈൻ ചെയ്തിട്ടില്ല, ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് അല്ല, എന്നെ അങ്ങനെ ആരും അപ്പോയിന്റ് ചെയ്തിട്ടില്ല, ഒന്നും പറയാൻ അല്ലേ. അതൊരു ജനറൽ കോളാണ്. ദൈവം എല്ലാവരെയും, യേശുവിനെ അറിയുന്ന സകലരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് എല്ലാവരോടും പോയി സുവിശേഷം എത്തിക്കുക. യേശുവിനെ അറിഞ്ഞവരോടല്ല, യേശുവിനെ അറിയാത്തവരോട് ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. അവൻ രക്ഷ പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. അവൻ രക്ഷയിലേക്ക് വഴി നടത്തേണ്ട ഉത്തരവാദിത്തം ഇന്ന് എല്ലാവർക്കും ഉണ്ട്. ആർക്കും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരോടും ചെന്ന് യേശുവിൻ്റെ സുവിശേഷം പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് അടുത്ത തലമുറയോടും പറയാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുടുംബത്തിന് പലപ്പോഴും കുടുംബത്തിനകത്ത് കിടക്കുന്ന വരെ മറന്ന് മറ്റുള്ളവരോടൊക്കെ ചെന്ന് പറയല്ലേ. നമ്മള് ശമൂവേലിന്റെ കാര്യം, ശമൂവേൽ പ്രവാചകൻ, ലോകം അറിയുന്ന പ്രവാചകൻ, ഭയങ്കര ദൈവത്തിനോട് ദൈവം തന്നോട് ഇടപെടുക സാമുവേൽ. പക്ഷെ സാമുവേലിന്റെ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സാമുവേലിന്റെ മക്കൾ രണ്ടുപേരും അനീതിയുള്ളവരായിരുന്നു, സാമുവേലിനെ പോലെ അല്ലായിരുന്നു. അതിനകത്ത് കാരണമുണ്ട്. നമ്മള് സാമുവേൽ പ്രവാചകൻ തൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നത് നമ്മളെങ്ങും ബൈബിളിനകത്ത് കാണുന്നില്ല. സാമുവേൽ പ്രവാചകൻ പലയിടത്തും പോയി ദൈവത്തിൻ്റെ അരുളപ്പാട് കൊടുക്കാൻ പലയിടങ്ങളിലും പോയി, അവിടെയൊക്കെ പോയി താമസിച്ച് അവിടെയൊക്കെ തന്നെ ഏൽപ്പിച്ച ജോലിയിൽ ഭയങ്കര ബിസിയായിട്ട് ഇരുന്ന ഒരാളാണ്. അപ്പം രാജ്യത്തിന് പ്രവചനം കൊടുത്തു, രാജാക്കന്മാർക്ക് പ്രവചനം കൊടുത്തു. പക്ഷെ തൻ്റെ മക്കൾക്ക് ഒരു ഉപയോഗമില്ലാത്തവണ്ണം നമ്മൾ ഈ രണ്ട് മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവർ അനീതിയൊക്കെ പ്രവർത്തിച്ചു, ജനത്തിന് അവരെ ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് സമൂവേലിനെ പോലെ അല്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പം പലപ്പോഴും നമ്മളുടെ മക്കളുടെ ആ തലമുറയ്ക്കകത്ത് നമ്മൾ വിതയ്ക്കണം. നമ്മൾ ദൈവവചനം അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് നമ്മൾ വിതയ്ക്കണം. നമ്മൾ ലോകമെങ്ങും പോയി സുവിശേഷം പറയാൻ അല്ലെ. ഇന്ന് പല കുടുംബങ്ങൾക്കകത്തും ഉപേക്ഷിച്ച് കളയുന്നത് കുഞ്ഞുങ്ങളെയാ. എന്നുവെച്ചാല് അവർ കുഞ്ഞല്ലേ, സാരില്ല, അവർക്കൊന്നും മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇട്ട് എപ്പോഴാ പിന്നൊരു എവിടെയെങ്കിലുമൊക്കെ അവർ വഴി തെറ്റി പോകുമ്പോഴാ ഓർക്കുന്നു, അയ്യോ ഈ പിള്ളേരോട് സുവിശേഷം പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ പിള്ളേരോട് സുവിശേഷം പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ പിള്ളേരെ വളർത്തേണ്ട വഴിയെ വളർത്തിയില്ലല്ലോ. ബാലൻ വളരേണ്ട വഴിയെ അവനെ വളർത്തിയാൽ അവനെക്കുറിച്ച് ഭാരം അനുഭവിക്കേണ്ടി വരത്തില്ല അല്ലേ. തിരുവചനത്തിനകത്ത് നോക്കിയാലും അടുത്ത തലമുറയോട് നിർബന്ധമായി സുവിശേഷം പറയാൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയാൻ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 78 അതിൻ്റെ 4-ാം വാക്യം തൊട്ട് വായിച്ചാല് വചനം ഇങ്ങനെ പറഞ്ഞപ്പോ 78-ാം അധ്യായത്തിനകത്ത് സങ്കീർത്തനം 78 അസഫ് എന്ന് പറഞ്ഞ് ഒരാൾ എഴുതിയതായത്. അതൊരു ചരിത്രം പോലായി ഈ സങ്കീർത്തനം 78. അപ്പൊ ഇതിനകത്ത് കാതുള്ളവൻ കേൾക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്കട്ടെ, ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുക, we will not hide these truths from our children, we will tell the next generation. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുതങ്ങളും പ്രവൃത്തികളും വിവരിച്ചു പറയും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയും. ചിലപ്പോ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മള് തോൽവി പറ്റിയിട്ട് പിന്നെ ദൈവം വന്നിട്ട് ജയം തന്നതൊക്കെ ആയിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ എല്ലാം നമ്മുടെ വീടുകൾക്കകത്ത് കുഞ്ഞുങ്ങളോട് സ്ഥിരമായിട്ട് നമ്മൾ സാക്ഷ്യങ്ങൾ പറയണം. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ പറയണം. അവർ കണ്ടിട്ടില്ലല്ലോ,
പലപ്പോഴും അവർ ജനിക്കുന്നതിന് മുമ്പായിരിക്കും ചില അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അല്ലേ. പക്ഷെ കുഞ്ഞുങ്ങളോട് പറയണം, ഹല്ലേലൂയ, ഓരോ ഘട്ടത്തില് അവർക്ക് മനസ്സിലാവുന്ന വണ്ണം പല കാര്യങ്ങൾ അവരെ പറഞ്ഞുറപ്പിക്കണം. എന്തിനാ? അവരറിയണം നാം ഒരു അത്ഭുതങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവത്തിനെയാ നാം സേവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. അവരറിയണം അവരുടെ അപ്പനും അമ്മയും സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഉറങ്ങിപ്പോയ ദൈവമല്ല, വിഗ്രഹമല്ല. പക്ഷെ അവരുടെ അപ്പനും അമ്മയും അതിശയമായി നടത്താൻ കഴിവുള്ളവനാണെന്ന് അവരറിയണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വന്ന് പലപ്പോഴും കുടുംബങ്ങളിൽ ഇതൊക്കെ മിസ്സായി പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ തിരുവചനം നിർബന്ധമായിട്ട് പറയുന്നു, ഞങ്ങൾ ഈ സത്യങ്ങള് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കത്തില്ല. ഞങ്ങൾ അടുത്ത തലമുറയോട് ഞങ്ങളിത് പറയും. അല്ലെ, ഇത് പറയുമ്പം ഉറപ്പായിട്ട് ഏതൊരു സാക്ഷ്യത്തിനകത്തും എത്ര അത് വലിയ പ്രശ്നങ്ങളൊക്കെ വന്നതാണെങ്കിലും ആ സാക്ഷ്യത്തിന്റെ ഒടുവിൽ എല്ലാ സാക്ഷ്യങ്ങൾക്കകത്തും ദൈവം അത്ഭുതം നമ്മൾ കാണുന്നേ അല്ലേ. അല്ലെ, we will tell of his glorious deeds. Hallelujah. 6-ാം വാക്യം. So the next generation might know them, even the children not yet born, and they will in turn teach their own children. കണ്ടോ, ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതറിയണം എന്ന് പറഞ്ഞാൽ, വയറ്റിൽ കുഞ്ഞു കിടക്കുമ്പം ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും സാക്ഷ്യങ്ങൾ കേൾക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ജനിക്കാത്ത പൈതൽ പോലും, ഹല്ലേലൂയ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങള് വയറ്റിനകത്ത് കിടന്ന് കേട്ടു വേണം, ഹല്ലേലൂയ, പുറത്തു വരാൻ. ഹല്ലേലൂയ, സ്തോത്രം. സ്നാപയോഹന്നാനെ കൊണ്ട് എലിസബത്ത് പ്രഗ്നന്റാ. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നു അമ്മ മരിയ യേശു കുഞ്ഞിനെ കൊണ്ട് പ്രഗ്നന്റാ. ഹല്ലേലൂയ. പക്ഷേ ഇവര് വന്ന് കൂട്ടിമുട്ടുമ്പോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ വയറ്റിൽ കിടക്കുന്ന എലിസബത്ത് മുട്ടുമ്പോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ എലിസബത്തിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആത്മാവിന്റെ ആനന്ദം കൊണ്ട് നിറഞ്ഞിട്ട്, അഭിഷേകം കൊണ്ട് നിറഞ്ഞിട്ട് വയറ്റിൽ കിടന്ന് തുള്ളുന്നു അല്ലെ. തുള്ളുമ്പോ അവിടെ എലിസബത്ത് ഒരു സാക്ഷ്യം പറയുക, പറയാ, എൻ്റെ ദൈവത്തിന്റെ അമ്മ വന്ന് എന്നെ കാണുവാനായിട്ട് എന്ത് ഭാഗ്യം ലഭിച്ചു എനിക്ക്. കണ്ടോ, അവര് സാക്ഷ്യം പറയുക. ഹല്ലേലൂയ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞത് കേൾക്കുന്നുണ്ട്. അവര് സാക്ഷ്യപ്പെടുത്തുക, എൻ്റെ നാഥന്റെ അമ്മ വന്ന് എന്നെ കാണുവാനായിട്ട് ഞാൻ എന്ത് ഭാഗ്യം. ലോകം വിളിക്കും, സാക്ഷ്യം പറയുക. അവിടെ എന്നിട്ട് അമ്മ മരിയ അവിടെ സാക്ഷ്യം പറയുക. എന്നിട്ട് ദൈവത്തിനെ കുറിച്ച് വർണ്ണിക്കുക. ഇത് വയറ്റിൽ കിടക്കുന്ന സ്നാപയോഹന്നാൻ ഇത് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൽ വേര് പിടിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. അവര് വീട്ടിനകത്തെ എന്തോ അത്ഭുതം നടന്ന് അതങ്ങനെയല്ല. ദൈവത്തിന്റെ വിശ്വസ്തത അവരറിയണം. എന്തിനാ അറിയേണ്ടത്? അവരുടെ ജീവിതത്തിനകത്തൊരു ആവശ്യം വരുമ്പം അവർക്കും പ്രാർത്ഥിക്കാൻ അറിയണം. ഹല്ലേലൂയ. അവര് വഴിതെറ്റി പോകാതിരിക്കാൻ, അവര് പലയിടങ്ങളില് പല കാര്യങ്ങളില് പല വ്യക്തികളെ ആശ്രയിക്കാതെ അവർക്ക് ദൈവസന്നിധിയിൽ, എൻ്റെ അപ്പനും അമ്മയ്ക്കും അത്ഭുതം ചെയ്തു കൊടുത്ത ദൈവം, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം, എൻ്റെ അപ്പനെയും അമ്മയും കൈപിടിച്ച് നടത്തിയ കർത്താവ് എൻ്റെ ദൈവമാണെന്ന് അവർക്ക് ബോധ്യമുണ്ടാവണം. ഹല്ലേലൂയ, സ്തോത്രം. 7-ാം വാക്യം, സങ്കീർത്തനം 78:7. സോ ഈ ജനറേഷൻ അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും 8 തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവസരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ളൊരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടി. അപ്പം കർത്താവിനെ കുറിച്ച് അവര് ദൈവം ചെയ്ത അത്ഭുതങ്ങള് കേട്ടില്ല എങ്കില്, ഹല്ലേലൂയ, അവരുടെ അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിനകത്ത് ഈ സാക്ഷ്യങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എങ്കില്, ഹല്ലേലൂയ, അവരൊരു അനുസരണം കെട്ട തലമുറയായി അവർ വളരുമെന്ന്. പലയിടങ്ങളിലും മക്കളൊക്കെ പ്രായമായി കഴിഞ്ഞ
അപ്പനും അമ്മയും എഴുന്നേറ്റ് വരുന്നത് ഷോ പ്രാർത്ഥനയില്ല, അമ്മ എഴുന്നേറ്റ് വരുന്നത് ഷോ പ്രാർത്ഥനയില്ല എന്നൊക്കെ പറഞ്ഞ് അല്ലേ. പക്ഷെ എന്താ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുമാത്രം കരയുകയും നിലവിളിക്കുകയും ചെയ്യണം അല്ലേ, ആ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ക്രിസ്തുവിൽ വരാൻ. എന്താ അവർക്ക് പറ്റത്തില്ല, അവര് വളർന്നത് പ്രാർത്ഥനയില്ലാത്ത അപ്പന്റെയും അമ്മയുടെയും ഭവനത്തില. അല്ലെങ്കിൽ ചിലപ്പം നിറയത്തില്ല, മക്കളോട് പങ്കുവെക്കത്തില്ല, സാക്ഷ്യങ്ങളൊന്നും കാണത്തില്ല പറയാന്. ഹല്ലിയ. അപ്പൊ ആ മക്കളൊക്കെ വഴിതെറ്റിപ്പോകുന്നു. കർത്താവിന്റെ അടുത്ത തലമുറയ്ക്കകത്തോട്ട് ഈ തീ പകരണോ? തീ പകരണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഒന്ന് പ്രയത്നിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ അവരോട് ദൈവം നമ്മുടെ ജീവിതത്തുള്ളൂ, നമ്മൾ അവരോട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞേ പറ്റൂ, പിടിച്ചിരുത്തിയേ പറ്റൂ. പിടിച്ചിരുത്തി കുഞ്ഞുങ്ങളോട് പറഞ്ഞേ പറ്റൂ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങള് അവധിക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ മമ്മിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ മമ്മിയുടെ അച്ഛന് എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിലെ എൻ്റെ അപ്പയുടെ ഫാദർ ഇല്ലായിരുന്നു, അപ്പം മമ്മിയുടെ ഫാദർ ഉണ്ടായിരുന്നു. അവര് യേശുവിനെ അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, അവർ ആ ഹൈന്ദവ രീതിയിലല്ല ജീവിക്കുന്നത്. പക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ഭക്തനായിരുന്നേ, ഭയങ്കര പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലങ്ങളെല്ലാം ഞങ്ങൾ നാട്ടിൽ അവധിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ വെളുപ്പാങ്കാലത്ത് ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വെള്ളമൊക്കെ ചൂടാക്കി കുളിച്ച് വിളക്കിന്റെ മുമ്പിലിരുന്ന് വിളക്കും കൊളുത്തി നമുക്കൊരു 2-3 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ. ഉറക്കം വരും, ക്ഷീണം വരും. അന്നേരം ആഹാരം ഉണ്ടാക്കാൻ ഓർക്കുന്നത് പല കാര്യങ്ങളും, അത് മറന്നുപോയല്ലോ, നമുക്കത് ചെയ്യണം എന്നൊക്കെ ഓർക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഇരുന്ന് മിണ്ടാതിരുന്ന് കണ്ണടച്ചാൽ ഇന്ന് ആൾക്കാർ ഉറങ്ങിപ്പോകും അല്ലേ. പക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദർ 3-4 മണിക്കൂർ കണ്ണടച്ചിരുന്ന് നാമം ജപിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സന്ധ്യക്കിരിക്കും. എന്നിട്ട് വേറൊരു കാര്യം ചെയ്യായിരുന്നു, ഞങ്ങൾ കൊച്ചുമക്കളെ ഒക്കെ പിടിച്ചിരുത്തിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളുടെയൊക്കെ നന്മകൾ ഞങ്ങളോട് പറയുമായിരുന്നു. ഒരുപാട് ഇങ്ങനെ താത്ത ഇങ്ങനെ പോയി പല അത് ശരിക്കും അവരുടെ രീതിയിൽ ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഓരോ അതിശയങ്ങൾ പറയുമായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ആണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വന്നാൽ ദൈവം ചെയ്ത ഓരോ അത്ഭുതങ്ങൾ എന്ന് ചെറിയ ഇതിൽ നിന്ന് ദൈവം വലുതാക്കിയതും ഓരോ നന്മകൾ പറയുമായിരുന്നു. പക്ഷെ അത് അവരുടെ ആ രീതിയിൽ, ആ ഹൈന്ദവ രീതിയിലും ഒക്കെ അത് പറയുമായിരുന്നു, സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. കണ്ടോ അല്ലേ. അവരാ ദൈവത്തിനോടുള്ള അവരാ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള വിശ്വസ്തത കാണിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ അതിലും വലിയൊരു ദൈവത്തിനെയാണ് നമ്മൾ അറിയുന്നത്. ഇതിലും ശക്തനായ, ലോകത്തിനെ തൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ഒരു നല്ല കർത്താവിനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അറിയുന്നത്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മളുടെ മക്കളെ വിളിക്കുമ്പം പറയാറുണ്ടോ, മോളെ എൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തു പറയാറുണ്ടോ? നമ്മളുടെ ഓരോ സംസാരത്തിനകത്തും നമ്മൾ യേശുവിനെ കൊണ്ടിടാറുണ്ടോ? ഹല്ലേലൂയ. മക്കളൊക്കെ ചിലപ്പം പറയുമായിരിക്കും, ഇതെന്താ എപ്പോഴും ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ അവരെ കുഞ്ഞുനാളിലെ തൊട്ടേ നമ്മൾ പറഞ്ഞ് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കത്തില്ല. അവർക്കറിയാം അവരുടെ അമ്മയോ അപ്പനെയോ വിളിക്കുമ്പം അമ്മയും അപ്പനും യേശുവിനെ കുറിച്ച് പറയുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദിവസം പോലും വിട്ടുകളയല്ലേ യേശുവിനെ കുറിച്ച് പറയുവാൻ. കൊച്ചു കുളിപ്പിക്കും, ഭക്ഷണം കൊടുക്കും അല്ലെ, അവരോട് യേശുവിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. നിർബന്ധമാ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് നമ്മൾ സാക്ഷികളായി നിൽക്കുവാൻ. അടുത്ത തലമുറയ്ക്കകത്ത് ഇതിടണം. ദൈവത്തിന്റെ കൽപ്പനയാ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 18 തൊട്ട് 21 വരെയുള്ള 19-ാം വാക്യത്തിനകത്ത് പറയുന്നു, ടീച്ച് them to your children, talk about them when you are at home, when you are on the road, when you are going to bed and when you are getting up. കണ്ടോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ
പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? ആവർത്തന പുസ്തകം 11:19 നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, നിങ്ങൾ വഴിയിൽ നടക്കുമ്പോൾ, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ നല്ല കർത്താവിനെ കുറിച്ച് പറയാനെന്നാ പറയുന്നത്. പഴയ നിയമത്തിലാണ് ഇത് പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും വഴിയിൽ നടക്കുമ്പോഴും ഒക്കെ യേശു ചെയ്ത അത്ഭുതങ്ങൾ പറയാനാ പറയുന്നേ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനകത്ത് നടന്നതും നമ്മൾ മറ്റുള്ളവരുടെ സാക്ഷ്യം കേട്ടതും ബൈബിളിനകത്ത് വായിച്ചതും ഏത് സമയവും നമ്മൾ ഉപദേശിക്കുന്നു. വചനത്തിൽ നിന്ന് ഉപദേശിക്കുക. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ യേശുവിന്റെ നമ്മൾ ബൈബിളിനകത്ത് വായിക്കുന്ന ബൈബിൾ ഹീറോസിന്റെ കഥകളും ദൈവം ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ അന്ന് വായിച്ച് ധ്യാനിച്ച ദൈവവചനമായിരിക്കും. അതിൽ നിന്നൊരു ഉപദേശം അവർക്ക് കൊടുക്കുവാനും ഒക്കെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കുടുംബങ്ങളൊക്കെ വലിയ അനുഗ്രഹമായി തീരും. കുടുംബങ്ങൾക്കകത്തൊക്കെ വലിയ ശാന്തതയും ക്രിസ്തുവിനോട് അലൈൻ ചെയ്ത് നടക്കുന്ന തലമുറ നമ്മൾക്ക് ഹല്ലേലൂയ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ക്രിസ്തുവുമായിട്ട് അലൈൻ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലല്ലേ നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവർക്ക് വേണ്ടി എക്സ്ട്രാ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. തിരുവചനം അവിടെ പറയുന്നു, ആവർത്തന പുസ്തകം 11:21 പറയുന്നു, so that as long as the sky remains above the earth, you and your children may flourish in the land the Lord swore to give to your ancestors. എന്തിനാ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് നമുക്ക് വർധനവ് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാക്ഷികളായി നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം കർത്താവിനെ കുറിച്ച്. ഒഴുകുന്ന ഹല്ലേലൂയ രാജ്യങ്ങളിൽ നമ്മളെ കൊണ്ടെന്ന് കർത്താവ് എത്തിച്ചാൽ ഹല്ലേലൂയ, അത് നമുക്ക് മാത്രമല്ല, പക്ഷെ നമ്മുടെ തലമുറകള് അതിൻ്റെ നന്മ അനുഭവിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കും. നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിൽ വരുമ്പോ ഹല്ലേലൂയ, അതിൻ്റെ 8-9 വാക്യത്തിനകത്ത് വരുമ്പോ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ഫിലിപ്പോസിനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായത്തിൽ കണ്ടു അല്ലേ? സഭ മൊത്തം ചെതറിപ്പോയെടുത്ത് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ് ഈ മേശയിലൊക്കെ വിളമ്പാൻ വേണ്ടിയും ഒക്കെ തെരഞ്ഞെടുത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ ആളിനെ ദൈവം എടുത്തിട്ട് ഈ ദേശത്ത് സമരിയായിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സമരിയായിൽ പ്രയോജനപ്പെടുത്തിയിട്ട് അത് കഴിഞ്ഞ് തന്നെ ഒരു ഇത്യോപ്യ രാജ്ഞിയുടെ ട്രഷററിനെ സ്നാനപ്പെടുത്താൻ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫിലിപ്പോസിനെ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായത്തിനകത്താ. പക്ഷെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അത് ശ്രദ്ധിക്കണം. ഈ ഫിലിപ്പോസിന് 4 പെൺമക്കൾ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാത്ത പെൺമക്കള്. തിരുവചനം പറയുന്നു അവർക്ക് ഒരാൾക്ക് മാത്രമല്ല, അവർക്ക് 4 പേർക്കും പ്രവചനത്തിന്റെ കൃപയുണ്ടായിരുന്നെന്ന്. ഹല്ലേലൂയ. അപ്പം കുഞ്ഞുനാളിലെ തൊട്ടേ ഈ അപ്പൻ ഈ കുഞ്ഞുങ്ങളെ സാക്ഷ്യം പറഞ്ഞു കൊടുത്ത് യേശുവിലാക്കി അവരോട് ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങൾ പറഞ്ഞ് വളർത്തിക്കൊണ്ടത് കൊണ്ടാണ് ഈ 4 പെൺകുഞ്ഞുങ്ങളും അഭിഷേകം പ്രാപിച്ച കുഞ്ഞുങ്ങളായിട്ട് ഇവർ നിന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ തലമുറകളോട് നമ്മള് പറഞ്ഞു കൊടുത്ത് വളർത്തുമ്പോ എന്തുവായി തീരുന്നേ? അവരുടെ അകത്ത് ദൈവത്തിന്റെ ഡിപ്പോസിറ്റ് ഹല്ലേലൂയ, ദൈവത്തിന്റെ ആ അത്ഭുതങ്ങള് അവരുടെ അകത്ത് കേറി ചെന്ന് ഹല്ലേലൂയ അവരെയും ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. കർത്താവ്, ഗ്ലോറി ബി ടു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരെ അങ്ങനെ പറഞ്ഞു വളർത്തിക്കൊണ്ടിരുമ്പം നമ്മൾ ഈ കേട്ടതുപോലെ ഹല്ലേലൂയ ക്രിസ്തുവില് അവര് വിലപ്പെട്ടവര് ആയിത്തീരും. ഹല്ലേലൂയ. നമ്മൾ തിമോത്തിയോസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? തിമോത്തിയോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തിമോത്തിയോസിനോട് ലേഖനം 1 അധ്യായം അതിൻ്റെ 5 വാക്യത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ
അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഐ റിമെമ്പർ യുവർ ജെനുവിൻ ഫെയ്ത്ത്, for you share the faith that first filled your grandmother Loi and your mother Eunice, and I know that same faith continues strong in you. കണ്ടോ ഹല്ലേലൂയ. 2 തിമോത്തിയോസിന്റെ ലേഖനം 1:5 വായിച്ചേ. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോയിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ. നിന്നിലും ഉണ്ട് എന്ന് എനിക്കറിയാം. കണ്ടിച്ച തീയെ കുറിച്ചാ അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് 3-ാം തലമുറയായപ്പം പൗലോസിന്റെ വളർത്തുപുത്രനെ പോലെ തിമോത്തിയോസ് ആയി തീർന്നത്? ഹല്ലേലൂയ. ആദ്യ തലമുറയായ ലോയിസിനകത്ത് കത്തിയ തീയ്, ഹല്ലേലൂയ, ആദ്യ തലമുറയായ ലോയിസിനകത്ത് കത്തിയ തീയ് ആ അമ്മൂമ്മ എന്ത് ചെയ്തു? തൻ്റെ മകൾക്കകത്തേക്ക് അത് ഇട്ടുകൊടുത്തു. എങ്ങനെയാ ഇട്ടുകൊടുക്കുന്നത്? ഇങ്ങനെ ദൈവത്തിനോടുള്ള സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് അത് തൻ്റെ കൊച്ചുമകനായ തിമോത്തിക്കകത്ത് അത് കയറി പിടിച്ചു. ഹല്ലേലൂയ. എങ്ങനെ ഒരു ലോയിസ് അവരുടെ മകൾക്കകത്ത്, യൂനിക്കകത്ത്, അവരുടെ മകന്റെ അകത്ത്, തിമോത്തിയസിനകത്തേക്ക്, ഹല്ലേലൂയ, തലമുറ കത്തണ്ട തീയായത്. ഹല്ലേലൂയ. ഒരു തലമുറ നന്മ അനുഭവിച്ചിട്ട് അടുത്ത തലമുറയ്ക്കകത്ത് ഗ്യാപ്പ് വന്നിട്ട് എങ്ങനെങ്കിലുമൊക്കെ യേശുവിനെ അറിഞ്ഞ് പോകേണ്ടതല്ല. ഓരോ തലമുറയ്ക്കകത്തും ഈ തീ കത്തണം. ഈ തീ കത്തണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. കൊച്ചുമക്കള് വീട്ടിലുണ്ടെങ്കിൽ ആ കൊച്ചുമക്കൾക്ക് TV വെച്ചു കൊടുത്ത് അന്ന് ആ TV കണ്ടുകൊണ്ട് അവർ മിണ്ടാതെ അവിടെ ഇരുന്നോളും എന്നല്ല. ആ TVയുടെ ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ ആരുടെങ്കിലും ഉത്തരവാദിത്തമല്ല. ഹല്ലേലൂയ. നമ്മളുടെ ഉത്തരവാദിത്തമാ ക്രിസ്തുവിൽ നമ്മുടെ തലമുറകളെ വളർത്തിക്കൊണ്ടിരുവാൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന് യോഗ്യമാവണ്ണ ഒരു തലമുറ. തിരുവചനം പറയുന്നത്, എന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന, അല്ലെ അവർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാഗ്ദത്ത ദേശത്ത് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു ജാതിയാക്കി നിങ്ങളെ ആ ദേശത്തിന്റെ നന്മ അനുഭവിക്കാൻ ഇടയാകുമെന്ന ദൈവവചനം പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കല്ല്. അവര് ചിലപ്പം പ്രായമായിട്ടായിരിക്കും യേശുവിനെ അറിഞ്ഞത്. പക്ഷെ ഇട്ടുകൊടുക്കുക, അവരുടെ ഉള്ളില് ബലം ഇട്ടുകൊടുക്കുക, അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഹല്ലേലൂയ. മറക്കല്ല് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അവര് കേൾക്കുമ്പോൾ തന്നെ, മോനെ ഒരു വാക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ മോളെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്കൊന്ന് കർത്താവിനോട് പറയാം, യേശുവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. യേശുപ്പാ, തലമുറകളുടെ മുമ്പിൽ വലിയ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് കർത്താവെ, കുടുംബങ്ങൾക്കകത്തൊക്കെ മാതാപിതാക്കളും മക്കളോട് സാക്ഷ്യങ്ങൾ പറ്റിയ വഴികളൊന്നും പറയാതെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് തൊട്ട് കർത്താവെ ഒരു ധൈര്യം കിട്ടണം. അവരുടെ മക്കളോട് യേശു അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള ആ കൃപ അങ്ങ് കൊടുക്കണം. അടുത്ത തലമുറയ്ക്കകത്ത് ഈ തീ കെടാതെ പരിശുദ്ധാത്മാവിന്റെ തീ അതിശക്തമായി ആളിക്കേറി കത്തി, അല്ലേ, ഈ തീ അടുത്ത തലമുറകൾക്കകത്ത്, 1000 തലമുറകൾക്കകത്ത് കയറി ചെല്ലുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജനിക്കാത്ത ഞങ്ങളുടെ അടുത്ത തലമുറകളുണ്ട് കർത്താവെ. ആ തലമുറകൾക്കകത്തേക്കും ഈ തീ പാഞ്ഞു ചെല്ലണം. മെൽക്കിസദേക്കിനോട് അബ്രഹാം ചെയ്ത ആ നന്മ, ഹല്ലേലൂയ, മെൽക്കിസദേക്കിനകത്ത് ജനിക്കാതെ കടന്ന 4-ാം തലമുറയായ ലേവിക്കകത്ത് വരെയും ആ നന്മ, അനുഗ്രഹം കയറിച്ചെന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ക്രിസ്തു യേശുവിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ 1000 തലമുറകള് അനുഗ്രഹിക്കപ്പെടും. കർത്താവെ, ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒന്ന് കരമുയർത്തി 1000 തലമുറ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. 1000 ജനറേഷൻസ് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ അറ്റത്തോളം ഞങ്ങളുടെ തലമുറകള്, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി കത്തുന്നവരായി, തീ കത്തുന്നവരായി, സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവര് സാക്ഷ്യമുള്ളവരായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.